എം വിൻസെന്റ് മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ലത്തീൻ സഭ കടുത്ത അതൃപ്തിയിലാണെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് സീരിയസ് ആയ വിഷയമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം പരസ്യ പിന്തുണ നൽകിയിട്ടും വേണ്ട പരിഗണന കിട്ടിയിട്ടില്ലെന്ന് സഭാ നേതൃത്വം പറയുന്നു എന്നുള്ളത് കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും വി ഡി സതീശൻ പറയാനുള്ള ഒരു വാചകമുണ്ട് ജെൽസി, വിവിധ സാമൂഹിക ഘടകങ്ങളുടെ ഒരു മുന്നണിയാണ് യു ഡി എഫ്. യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുറച്ച് പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്നത് മാത്രമല്ല, വിവിധങ്ങളായ സാമൂഹിക ഘടകങ്ങളെ കൃത്യമായ സമയത്ത് ഒരുമിപ്പിച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് യു ഡി എഫിന്റെ വിജയം. അപ്പോൾ ഈ സാമൂഹിക ഘടകങ്ങളെ പരിഗണിക്കൽ പ്രധാനമാണ്. NSS ജനറൽ സെക്രട്ടറി അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം മഹാനാണെന്ന് കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ പറഞ്ഞ കേട്ടില്ല. കാരണം തിരുവഞ്ചൂർ അത് പറയാതെ കോട്ടയം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കോൺഗ്രസിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ലത്തീൻ സഭ ഉന്നയിക്കുന്ന ഈ പറയുന്ന അവരുടെ വിയോജിപ്പ്, അവരുടെ അമർഷം അത് കേൾക്കാൻ യു ഡി എഫിന് ബാധ്യതയുണ്ട്. യു ഡി എഫിന്റെ നേതൃത്വത്തിന് ബാധ്യത ഉണ്ടായിരിക്കും. അവരതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും അത് ടാക്കിൾ ചെയ്യേണ്ടി വരും. കാരണം RCക്ക് അവിടെ പ്രതിനിധിയുണ്ട്, പിന്നെ ഓർത്തഡോക്സിന് പ്രതിനിധി ചാണ്ടിയുമ്മൻ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലത്തീൻ സഭയുടെ ഒരു പ്രതിനിധി ഉണ്ടാകും, അത് എം വിൻസെന്റിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പ്രതിഷേധം, സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ നടക്കമുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനെങ്ങനെയാണ് ഈ അവസാന നിമിഷം ടാക്കിൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ കൂടെ സംശയമുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ജനങ്ങളെ സംബന്ധിച്ച് ആകെ ഒരു പ്രശ്നം കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ, അത് വി ഡി സതീശന്റെ കാര്യം. ആ കാര്യത്തിൽ അവർ പ്രകടനം നടത്തി, പ്രതിഷേധം നടത്തി, വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിച്ചു. അതിനപ്പുറത്തേക്ക് മറ്റു ചില ചെറിയ പ്രതിഷേധങ്ങൾ. മുഖ്യമന്ത്രി ആവണം, വി ഡി സതീശന് ആഭ്യന്തരം കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ആഭ്യന്തരം കിട്ടിയില്ലെങ്കിൽ കൂടിയും അവരൊരു മികച്ച ഒരു കോംപ്രമൈസ് എടുത്ത് സർക്കാർ യു ഡി എഫിന്റെ അനുഭാവികൾ, അണികൾ, സിമ്പതൈസേഴ്സ് അവരങ്ങനെയായിരുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന സംഗതികൾ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടതാണ്. പക്ഷേ ഈ ലീഗിന്റെ മന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അതിർത്തിയൊക്കെ അവർക്ക് പരിഹരിക്കേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത നമ്മൾ എപ്പോഴും പറയുന്നത്, തെരഞ്ഞെടുപ്പിന് ശേഷവും ജനങ്ങൾ ഇടപെട്ട ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ? അതെ, അതാണ് സാധാരണഗതിയിൽ ആ മാൻഡേറ്റിന്റെ സമയത്ത് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്തുള്ള ഇടപെടലല്ല. പക്ഷെ അതിനുശേഷവും ഒരു മുഖ്യമന്ത്രിയെ വരെ തീരുമാനിക്കാൻ ഒരു വലിയ ഇടപെടൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടായി. അത് അവരുടെ തീരുമാനം, ജനഹിതം അനുസരിച്ച് ഹൈക്കമാൻഡ് ആ തീരുമാനത്തിലെത്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും വലിയ മറ്റൊരു സംസ്ഥാനങ്ങൾക്കൊന്നും അങ്ങനെ അവകാശപ്പെടാനില്ലാത്ത ഒന്നുകൂടിയാണ്. അച്യുതാനന്ദൻ മത്സരിക്കണം എന്ന് പറയുന്ന ഒരു ജനവികാരം അതുപോലും എനിക്കൊന്നും CPIM-കാരുടെയും CPM സിമ്പതൈസേഴ്സിന്റെ ഭാഗത്തായിരുന്നു. പക്ഷേ വലിയ വിഭാഗം ആളുകൾ, പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ പോലും ഇറങ്ങി. സോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഹാപ്പിനെസ് ഉറപ്പാക്കുക എന്ന് പറഞ്ഞു. നേരത്തെ വിഷ്ണു അത് സംസാരിക്കാൻ പറഞ്ഞില്ലേ, ജനങ്ങളോട് വിനയത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം കൊടുക്കാൻ പോകുന്നത്. അത് 5 ഗ്യാരണ്ടിയിൽ 6ാമത്തെ ഒരു ഗ്യാരണ്ടിയായിട്ട് കൂടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അധികാരമില്ലാത്ത മന്ത്രിസഭ. നാളെ ഒറ്റൊരു പ്രത്യേകത ഇതാണ്, നാളെ ഇതൊക്കെ പറയുമ്പോഴും നാളത്തെ ക്യാബിനറ്റിൽ എന്തെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കാൻ ഇവർ നിർബന്ധിതരാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സർപ്രൈസ് പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവ. പ്രതീക്ഷയ്ക്കൊത്ത് നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ അംഗങ്ങൾ കൂടി ഉയരേണ്ടതുണ്ട്. ആ ഒരു സർപ്രൈസ് പ്രഖ്യാപനം വേണമെന്നുള്ളതാണ്. കാരണം അത്ര വലിയൊരു വിജയം നൽകിയ ജനങ്ങൾക്ക് തിരിച്ച് ആദ്യ ദിവസം നല്ലൊരു മധുരം കൊടുക്കാൻ UDF നിർബന്ധിതരാണ്.